ഓർമ്മ. പണ്ടേതോ ജലാർദ്രമാം മണ്ണിന്റെ തിരുനാഭിച്ചുഴിയിൽ കിളിർത്തു ഞാൻ. കാലത്തിൻ വികസിക്കും ചക്രവാളങ്ങൾ തേടി ഗോളകോടികൾ പൊട്ടിച്ചിതറിപ്പറക്കുമ്പോൾ താരകാന്തര ക്ഷീരപഥങ്ങൾ സ്പേസിൽ വാരി വാരി ഭക്ഷിക്കും. ജീവജ്വാലകൾ തേടി തേടി എന്നിലായിരം കൈകൾ മുളച്ചു. എന്നിൽ 1000 കൈകൾ മുളച്ചു. നഭസ്സിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. ഭൂമിക്ക് തണലായി നിലകൊണ്ടിരുന്ന മരങ്ങളെല്ലാം ഇന്ന് മുറിച്ചു മാറ്റപ്പെടുകയാണ്. ഒരു മരം മുറിക്കുമ്പോൾ പകരം 10 തൈകൾ നടണം എന്ന സന്ദേശം നമ്മുടെ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ ഇന്നാരും ശ്രമിക്കുന്നതേയില്ല. തണൽ തരാനായി നമ്മെ കൈമാടി വിളിച്ചിരുന്ന മരങ്ങളുടെ സ്ഥാനത്തെല്ലാം ഇന്ന് സൂര്യൻ അഗ്നിരശ്മികൾ പൊഴിക്കുകയാണ്. ആ അഗ്നിക്കിരയായി തന്നിലെ ആവാസ വ്യവസ്ഥ നിലനിർത്തപ്പെടാൻ പാടുപെടുകയാണ് ഈ ആൽമരം. കളകളാരവം പാടി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരുന്ന നദികളെല്ലാം ഇന്ന് നിശബ്ദമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നദിയായ നിള കേഴുകയാണ്. അനധികൃതമായ മണൽ കടത്തൽ നിളയുടെ നെഞ്ചിലേൽപ്പിച്ച മുറിവ് ഒരിക്കലും ഉണങ്ങാനാവാത്തതാണ്. നിളയുടെ ആ പഴയ സമൃദ്ധി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ഇടശ്ശേരി പാടി. ഇനിയും നിളയെ നീ ഇരച്ചു പൊന്തും, ഇനിയും തടം തല്ലി പാഞ്ഞണയും. ഈ വരികൾ ഇന്നും കവിയുടെ സുന്ദര സ്വപ്നമായി അവശേഷിക്കുന്നു. മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ പുഴകളെല്ലാം വറ്റിവരണ്ടു. ഒരിക്കൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന പുഴയുടെ മണൽ തീരങ്ങളെല്ലാം ഇന്ന് സാധാരണക്കാരുടെ പന്തുകളി മൈതാനങ്ങളായി. ഭൂമിക്കുമേൽ പച്ച കൊണ്ട് സൗന്ദര്യം തീർത്ത വയലേലകൾ ഇന്ന് വിരളമാണ്. നെന്മണിക്കതിർ തിന്നാൻ വരുന്ന തത്തകളും മീൻ പിടിക്കാൻ വരുന്ന കൊറ്റികളും ഇരുന്ന് കിന്നാരം പറഞ്ഞ വയൽവരമ്പുകൾ പണ്ട് സുലഭമായിരുന്നു. കേരളത്തിൻ്റെ തനത് കൃഷിയായിരുന്നു നെല്ല്. ഒരു കൃഷി എന്നതിലുപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഉത്സവം പോലെയായിരുന്നു കേരളക്കര കൊണ്ടാടിയിരുന്നത്. 27 നക്ഷത്രങ്ങളും ഓരോ ഞാറ്റുവേലകളാണ്. ഈ 27 ഞാറ്റുവേലകൾക്കും അനുസരിച്ചാണ് ഓരോ കൃഷിക്കും ആരംഭം കുറിക്കുന്നത്. റെയിൽവേയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് വാർദ്ധക്യത്തിലും തളരാത്ത മനസ്സുമായി അബൂബക്കർ ഹാജി ഇന്നും തൻ്റെ പാടത്തേക്ക് ഇറങ്ങുന്നു. ഊട്ടി റെഡിയാക്കിയിട്ട് പിന്നെ ഞാറൊരു ചുരുൾ പോവുക. ഞാറ് പാവിൻ്റെ അതും എല്ലാ സ്ഥലങ്ങളും പൂട്ടി ഇട്ടിട്ട് അത് കളച്ച് അതിൻ്റെ ഷെയ്ഡൊക്കെ വെട്ടി ഇതാക്കി അതിൻ്റെ പിന്നെ വരമ്പിടും. വരമ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു പൂട്ടലും കൂടെ പൂട്ടും. പിന്നെ മൂന്നാമത്തെ പൂട്ടലിനാണ് ഞാറ്. അപ്പോഴേക്ക് ഞാറ് പറിച്ച് റെഡിയാക്കി പിന്നെ നടലും. നട്ട് കഴിഞ്ഞാൽ പിന്നെ 20 ദിവസം കുറഞ്ഞ വെള്ളം നിർത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞെണ്ട് വെട്ടി പോകും. അതാണ് കുറഞ്ഞ വെള്ളം എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ മോട്ടർ അടിക്കും, അപ്പം തന്നെ മുറിച്ചിടും. പിന്നെ വൈകുന്നേരം മോട്ടർ അടിക്കും, അത് മുറിച്ച് ഒഴിവാക്കും. അപ്പോൾ ഞെണ്ട് കിട്ടില്ല, ഇതൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നടിലാണ്. നടിലിന് ആദ്യം നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന വളം പഴയ കാലത്തൊക്കെ പച്ച ചാണകം നിൽക്കും. അതിപ്പോൾ കിട്ടില്ലായിരിക്കും. അതിലിപ്പോൾ കോഴിക്കാട്ടാണ് കൊണ്ടുവന്നത്. കോഴിവളം കൊണ്ടുവന്നിട്ട് അതിട്ടിട്ട് പിന്നെ നടി. അതിന് ഇപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത്, തോലിടാനില്ല. ഇട്ടായിട്ടല്ല, തോല് വെട്ടി കൊടുക്കാൻ മുതലാവില്ല. ഒരു കെട്ട് തോല് കൊണ്ടുമ്പോഴേക്ക് 50 ഉറുപ്പിക കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും തോലിടില്ല. തോലിന് ബദലാണ് ഈ കോഴിക്കാട്ടം വാങ്ങിയിട്ട് അതിടും. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാൽ കേടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മരുന്നടിക്കും. അത് ജൈവമാണെങ്കിൽ ജൈവം അടിക്കും, അല്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ മറ്റേത് അടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ കേടുണ്ടെങ്കിൽ മരുന്നടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 25 ദിവസം 30 ദിവസം ആകുമ്പോൾ കുറഞ്ഞ ഒരു യൂറിയ ഒരു ഏക്കറിന് ഒരു 15-20 കിലോ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന് അത് 15-20 ഒന്നുമല്ല, കണക്ക് അങ്ങനെയാണ്. അത് 40-30 ഒക്കെ ഉണ്ടാവും. അത് കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ
ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കേടുണ്ടെങ്കിൽ മരുന്നടിക്കും. ഇപ്പോൾ ഈ ഒരു 30 വരുന്ന കേട് ഇതാണ് ഈ പുഴക്ക്. മറ്റൊക്കെ കേട് വരും പറ്റുന്നത്. അത് ഈ കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ടാണെന്ന് കൃഷി ഓഫീസർ മിഞ്ഞാന്ന് പറഞ്ഞത്. അതായത് ഇതിനാണ് തണ്ടുതുറപ്പം എന്നാണ് പേര് പറയുവാൻ. ഞാൻ ഇവിടെ കൃഷിപ്പണി പഠിച്ചതിൻ്റെ ശേഷമാണ് റെയിൽവേയിൽ പോയത്. കൃഷിപ്പണിയൊക്കെ പഠിച്ചതിൻ്റെ അമ്മാൻ്റെയും പിന്നെ ആപ്പാൻ്റെ ഇളാപ്പാൻ്റെ ഒക്കെ അമ്മമാരൊക്കെ കൂട്ടത്തില്ല, അമ്മാവന്മാരെ കൂട്ടത്തിലാണ് കൃഷിപ്പണി പഠിച്ചത്. വരമ്പിടാനല്ലാത്ത എല്ലാ പണിയും കയറി. ഞാൻ ചെറുപ്പം മുതൽ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. കൃഷിപ്പണി തന്നെയാണ്. പൂള പാടത്തൊന്നും പൂളത്തല്ല, വല്ല പറമ്പിലൊക്കെ പോയിട്ട് കളച്ചു കുത്തലാണ് പൂള. പിന്നെ മോഡൽ എന്ന് പറഞ്ഞിട്ട് നെല്ലുണ്ട്, കരവള, പിന്നെ ചാമ, അതൊക്കെ ഇവിടെ കാങ്ങുന്നുണ്ടോ, രായി, അതൊക്കെ പറമ്പിലാണ് നാട്ടിൽ. ചാമയൊക്കെ പാടത്ത് വെച്ചാൽ പുതുമഴ പെയ്യുമ്പോൾ തന്നെ പോയത് കൊണ്ടുപോകാനാവും. അതൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ഓരോ കൂട്ടത്തിൽ അങ്ങനെ നിന്ന് പഠിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് വന്നിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. നെല്ലിനു പുറമെ വാഴ, കപ്പ, പയർ എന്നിവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. പച്ചക്കറികൾക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് ഇതൊരു വേറിട്ട കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വെയിലിൻ്റെ ആധിക്യവും പുതുതലമുറയുടെ കൃഷിയോടുള്ള താല്പര്യക്കുറവും കാരണം ഒരുപാട് കൃഷിയിടങ്ങൾ ഇന്നും തരിശായി കിടക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ തിരിച്ചടി എന്നോണം നാട് കൊടും വരൾച്ചയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചന കൂടിയാണിത്. വരും തലമുറകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം എന്നത് പൊടിപിടിച്ച താളിയോലകളിലെ ഒരേടായി അവശേഷിക്കുന്നു. നമ്മുടെ അനധികൃതമായ കൈക്കടത്തലുകളുടെ ഫലമായി ഭൂമിയുടെ മൃത്യു ഇന്ന് സംഭവ്യമാകുന്നു. ഭൂമിയുടെ തനിമയും സൗന്ദര്യവും വീണ്ടെടുക്കാൻ നമ്മുടെ കരങ്ങൾക്ക് ഇനിയും സാധിക്കും. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി.